നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഇവിടെ നിന്നും കെട്ടുകെട്ടിക്കാനായി സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ഒരു പ്രത്യേക കർമ്മ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുക. പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും മാത്രമല്ല, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ആളുകൾ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പദ്ധതി കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ലഹരി വേട്ടകൾ നടത്താതിരിക്കുന്നതും ഈ ലഹരി നിർമ്മാണത്തിൻ്റെ കേന്ദ്രങ്ങൾ കണ്ടെത്താതിരിക്കുന്നതുമെല്ലാം ഇപ്പോഴും ആശങ്കയായി തുടരുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ 10 വർഷം കൊണ്ട് കേരളത്തിൽ ലഹരി മാഫിയയുടെ ഒരു വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ വളർച്ചയെ ഇല്ലാതാക്കുക എന്നതാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന കർമ്മ പദ്ധതിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിന് പുറത്തും വലിയ ചർച്ചാ വിഷയമാവുകയാണ്. കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈകൊടുത്തിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളുടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതായത് DGPമാർ, സംസ്ഥാന പോലീസ് മേധാവിമാർ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികൾ എന്നിവരടക്കം ഇന്ന് തിരുവനന്തപുരത്ത് വളരെ നിർണായകമായ യോഗം ചേർന്നു. കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുക എന്നതാണ് ഈ യോഗത്തിൻ്റെ ഉദ്ദേശം. അതായത് ലഹരി വ്യാപാരം കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങുന്നതല്ല, അതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. കേരളത്തിലേക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ വരുന്നത് എവിടെ നിന്നാണ്? പലപ്പോഴും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ലഹരി മരുന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസോ കേരളത്തിലെ എക്സൈസോ മാത്രം വിചാരിച്ചാൽ ഈ ലഹരി ശൃംഖലയെ തകർക്കാനാകില്ല. അതിന് ചുരുങ്ങിയ പക്ഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയെങ്കിലും ഒരു സഹകരണത്തോടുകൂടിയുള്ള പ്രയത്നം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കാൻ കേരള സർക്കാർ തന്നെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതനുസരിച്ചിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാർ മാത്രമല്ല, കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ നിർണായകമായ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബോർഡ്, DRI ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, അതോടൊപ്പം തന്നെ എക്കണോമിക് ഒഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ നിർണായകമായ തന്ത്രപ്രധാനമായ കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന് ശേഷം വാർത്താമാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ഈ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് അഭിനന്ദന പ്രവാഹമാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചത് എന്നാണ്. ഈ 5 സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ തൂഫാന് സമാനമായ ചില കർമ്മ പദ്ധതികൾ ലഹരിക്കെതിരെ നടന്നു വരുന്നുണ്ട്. ആ കർമ്മ പദ്ധതികൾ വിശദമായി മനസ്സിലാക്കാനും ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ച് അന്യസംസ്ഥാനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനും ഈ യോഗം കാരണം സാധിച്ചിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കടമെടുക്കാൻ കഴിയുന്ന ഒട്ടനവധി മാതൃകകൾ ഉണ്ട് എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൻ്റെയും ഈ സംസ്ഥാനങ്ങളുടെയും ഒക്കെ താല്പര്യം, അതോടൊപ്പം തന്നെ അവരുടെ പ്രയത്നം, അതിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അതിനൊരു കൈത്താങ്ങായി മാറാൻ കേന്ദ്ര ഏജൻസികളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ലഹരിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ, ഹവാല, കള്ളപ്പണം എന്നിവയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ, സ്വർണ്ണക്കടത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ, ഇതിനൊന്നും പലപ്പോഴും സംസ്ഥാന പോലീസുകളിൽ നിന്നോ സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് പിന്തുണ ലഭിക്കാറില്ല. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അടക്കം വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് അതിനിർണായകമായ ഒരു യോഗം നടത്തിയതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളും സംസ്ഥാനത്തിൻ്റെ ഈ പദ്ധതിയോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി കേരളത്തിൽ വലിയ തരംഗമായി മാറുകയാണ്. കേരളം ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് നടന്ന യോഗം വിളിച്ചോതുന്നത്. 5 സംസ്ഥാനങ്ങളും കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഹരി മാഫിയയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും തുടരാൻ കഴിയും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു ഹബ്ബായി മാറുകയായിരുന്നു. അതിനു മുമ്പ് ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങളായിരുന്നു രാസലഹരിയുടെ പ്രത്യേകിച്ചും ഒരു ഹബ്ബായി മാറിയിരുന്നത്. അവിടെ കോർപ്പറേറ്റ്
കോർപ്പറേറ്റ് മേഖലയിലെ ആളുകളും അതുപോലെ തന്നെ സിനിമ, അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെയാണ് ഈ രാസലഹരിയുടെ ഉപഭോക്താക്കളായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ എലൈറ്റ് ക്ലാസ്സിലേക്ക് രാസലഹരിയുടെ വിപണി ഒതുങ്ങിയിരുന്നു. പക്ഷേ എങ്കിലും ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിൽ വലിയ ലഹരി കച്ചവടമാണ് നടന്നിരുന്നത്. ഈ ലഹരി ഹബ്ബാണ് മെല്ലെ മെല്ലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും താഴെയുള്ള സംസ്ഥാനമായ കേരളത്തിലേക്ക് എത്തിയത്. കൊച്ചിയും തിരുവനന്തപുരവും പോലെയുള്ള നഗരങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി മാറി. അതിനുശേഷം അവിടെ വേരുറപ്പിച്ചുകൊണ്ട് ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഈ പറയുന്ന മാഫിയ സംഘങ്ങൾ കേരളത്തിൻ്റെ നാഡീഞരമ്പുകളിലൂടെ വ്യാപിക്കാൻ തുടങ്ങി. ഇതിന് ഭരണകൂടത്തിൽ നിന്നും പിന്തുണ കൂടി ലഭിച്ചതോടുകൂടി, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൂടിയായതോടുകൂടി ഇത് വലിയ ഒരു വിപത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വരെ ഇന്ന് MDMA-യും അതുപോലെ തന്നെ മറ്റ് രാസലഹരിയും കഞ്ചാവും ഉൾപ്പെടെ ലഭ്യമാകും എന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നു. പണ്ട് പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ അകപ്പെട്ട വലിയ ലഹരി കെണിയിലേക്കാണ് കേരളം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പോയി അകപ്പെട്ടത്. ഈ ഒരു സ്ഥിതിക്ക് മാറ്റം വരണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾക്കകം ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിയത്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ നടപടികളും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് നടപടികളുമെല്ലാം ഇതിനോടകം നമ്മൾ കണ്ടതാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ പോലെയുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേക പരിപാടികൾ നടത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ഈ പരിപാടിക്ക് നേരിട്ട് പങ്കെടുത്തു. പോലീസ് മേധാവിയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ഈ കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രതയോടുകൂടി കരുക്കൾ നീക്കി. ഏതാണ്ട് 6000-ഓളം കേസുകളാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ളത്. 6000-ത്തിലധികം ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. കാരിയർമാർ മുതൽ അങ്ങേയറ്റം വരെ, അതായത് ഈ ലഹരി മരുന്ന് ഈ കേരളത്തിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ആൾ വരെ പിടിയിലാകണമെന്നതാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആണ് വിവിധ സംസ്ഥാനങ്ങളുമായി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടന്ന നിർണായകമായ യോഗമാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച യോഗം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവിമാർ ഇക്കാര്യത്തിൽ വളരെ വിശദമായ പ്രസംഗങ്ങൾ നടത്തി എന്നാണ് സൂചന. എന്തായാലും 5 സംസ്ഥാനങ്ങളും കേരളവും തമ്മിൽ ഭാവിയിൽ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും അതിനു മുകളിൽ കേന്ദ്ര ഏജൻസികളുടെ സഹകരണം ഉറപ്പാക്കാനും ഈ യോഗത്തിന് സാധിച്ചിട്ടുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ ഈ 5 സംസ്ഥാനങ്ങളിലും SP റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഓപ്പറേഷൻ തൂഫാൻ്റെ നോഡൽ ഓഫീസറായി നിയമിക്കുമെന്നും ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ അതിരുകൾ കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ലഹരി മാഫിയയ്ക്ക് സംസ്ഥാന അതിർവരമ്പുകളില്ല. അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതിവേഗം പ്രസരിച്ചുകൊണ്ടേയിരിക്കും. കോടികളുടെ വിപണിയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യാതൊരു മാനുഷിക പരിഗണനയുമില്ലാതെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ഈ വിപത്തിന് ഇരയാക്കി മാറ്റാനുള്ള എല്ലാ തന്ത്രവും അവർ പയറ്റും. പോലീസിനും എക്സൈസിനും പണമിറഞ്ഞുകൊണ്ട് അവർ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങൾ കേരളത്തിൽ വിജയിച്ചുകൂടാ. ഓപ്പറേഷൻ തൂഫാന് വലിയ വിജയം ആശംസിക്കുകയാണ്.